ജോക്കർ മീഡിയ. അപ്പോൾ അങ്ങനെ ടോക്സിക് കണ്ടിറങ്ങിയിരിക്കുകയാണ്. ടോക്സിക് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ ഇഷ്ടമായതാണ്. അതുപോലെ തന്നെ ഗീത് മോഹൻദാസ്, അതുപോലെ തന്നെ ഗീത് മോഹൻദാസിൻ്റെ ഡയറക്ഷൻ, രാജീവ് രവിയുടെ സിനിമാറ്റോഗ്രാഫി ഗംഭീരമാണ്. അതുപോലെ അതിൻ്റെ ആർട്ട് വർക്കുകളും ഈ CG ആണെങ്കിലും എല്ലാം കൊണ്ട് അടിപൊളിയാണ്. യഷിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. രുക്മിണി വസന്ത്, സുദേവ് നായർ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നയൻതാരയുടെ ഗംഭീര പെർഫോമൻസുകളാണ് ഉള്ളത്. എല്ലാം കൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടത്തിലും മലയാളത്തിൻ്റെ ഒരു ഭയങ്കരമായ എഴുത്തും അതിൻ്റെ ഡയലോഗ്സ് ആയാലും ഭയങ്കരമായിട്ട് ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന രീതിയിലാണ് വന്നത്. അതുകൊണ്ട് പടം നമുക്ക് ഒരുപാട് പേര് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നെഗറ്റീവുകൾ പറയുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നിയത്. തനിക്ക് പറയാനുള്ളത് പറയാം. അതന്നെ ഒരു നാടകം ഫീൽ ആയി പോയി. കാരണം അമ്മാതിരി ഡബിങ് ഭയങ്കര മോശമായി. കാരണം നമുക്ക് KGF ഒക്കെ കണ്ട് നമുക്ക് ത്രില്ലടിച്ചിരിക്കുന്ന ഡയലോഗ്സ്, പുള്ളിയുടെ ശബ്ദവും നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഈ പടത്തിൽ വന്നത്. വേറെ ആരോ കൊണ്ട് ഡബ് ചെയ്ത് രണ്ടൊന്നല്ല, ഇതിനകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഡയലോഗ് പറഞ്ഞതനുസരിച്ച് മലയാളം ഭയങ്കര ഷോ. അതിൽ കാണണമെങ്കിൽ മലയാളം കാണാതിരിക്കുക അല്ലേ? മലയാളം നിങ്ങൾ ദൈവത്വത്ത് കാണാതിരിക്കുക. കാരണം അതൊരു OTT വരുമ്പോൾ ചെയ്യുക. എന്തിനാണ് ഈ പറയുന്ന മലയാള സിനിമയിൽ മലയാളികൾ എപ്പോഴും സിനിമകൾ അക്സെപ്റ്റ് ചെയ്തത് അവരുടെ ഭാഷകളിൽ തന്നെയാണ്. മലയാളികൾക്ക് ഈ തമിഴ്, തെലുങ്ക് അങ്ങനെയുള്ള വിഷയങ്ങളേ ഇല്ല. ഹിന്ദി അവർ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യമുള്ളവരാണ് മലയാളികൾക്ക് ഒരിക്കൽ പോലും ഈ പറഞ്ഞ പോലെ ഒരുപാട് ഡബ് ചെയ്ത സംഭവങ്ങളൊന്നും വേണ്ട. ആക്ഷൻ എന്ന് പറഞ്ഞാൽ പീക്ക് ആക്ഷനാണ്. ഇതിൽ വയലൻസ് ഉണ്ട്. വയലൻസൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന വയലൻസൊക്കെ തന്നെയാണ്, വലിയ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയലോഗ് വന്ന് നിൽക്കുന്ന സമയത്ത് അത് തലയിൽ കിടക്കും. അത് തലയിൽ കിടന്നുകൊണ്ടാണ് നമ്മൾ സിനിമ കാണുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ എനിക്ക് സിനിമ കേരളത്തിൽ മാത്രം വിഷയം ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് നന്നായിട്ട് വർക്കൗട്ട് ആവാനുള്ള സിനിമ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെ ടോക്സിക്കായി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അവൻ്റെ ജീവിത സാഹചര്യം, അവൻ്റെ ചെറുപ്പത്തിൽ ബ്രദർ ആൻഡ് സിസ്റ്ററിൻ്റെ സ്നേഹമാണ് കാണിക്കുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന പല പല പ്രശ്നങ്ങൾ കാരണം ടോക്സിക്കായി പോകുന്നൊരു മനുഷ്യൻ, കംപ്ലീറ്റ് മദ്യവും അതേപോലെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ തീരുമാനങ്ങളും അതൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ് സിനിമയെ പറ്റി പറയുന്നത്. അത് ഗീത് മോഹൻദാസിൻ്റെ വിഷൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗീത് മോഹൻദാസ് എന്താണ് ആഗ്രഹിച്ചത് അത് അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് രാജീവ് രവി അത് പകർത്തിയിട്ടുണ്ട്. അതാണ് എനിക്കിത് പറയാനുള്ളത്. കാരണം ഭംഗിയായിട്ട് നല്ല കിടുക്കനായിട്ട് പകർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അത്. പിന്നെ അതുപോലെ അതിൻ്റെ ആർട്ട് വർക്കുകളായാലും അതിൻ്റെ ഓരോരോ സംഭവങ്ങൾ ഷൂട്ട് ഇമോഷൻ ആയാലും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മലയാളം മാത്രമാണ് ഇതിൻ്റെ പ്രശ്നമായിരിക്കുന്നത്. മലയാളത്തിലേക്ക് ഡബ് ചെയ്യേണ്ട സിനിമ അല്ല ഇത്. ശരിക്കും ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള സിനിമയാണ്. ഗോവയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ കാസിനോസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, മഞ്ഞുമലകൾ. ശരിക്കും പറഞ്ഞാൽ മഞ്ഞുമലയുടെ എവിടെയാണെന്ന് അവിടെ കാശ്മീരാണെങ്കിൽ കാശ്മീർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഷൂട്ട് ചെയ്തേക്കണേ. സർക്കസിൻ്റെ പരിപാടികളൊക്കെ ആണെങ്കിലും നല്ല രസമാണ്. ഫൈറ്റ് കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വരുന്നൊരു തെറ്റ് സംഭവിക്കുന്നുണ്ട് യഷിന്. ഡബിൾ എന്ന ഡബിൾ ക്യാരക്ടർ ഇടയിൽ തോന്നുന്നുണ്ടെങ്കിലും അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കണ്ടാലാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് ടോക്സിക് എന്നുള്ള സിനിമയുടെ പേരിന് തന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന സിനിമ മാക്സിമം പറ്റുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയൊക്കെ തന്നെയാണിത്. അതിൽ യാതൊരു തടസ്സമൊന്നുമില്ല. നെഗറ്റീവ് പറയാനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഈ പറയുന്ന നമ്മൾ മലയാള ഭാഷയിൽ മാക്സിമം കാണാതിരിക്കുക. തിയേറ്ററിൽ ഇപ്പം എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സിനിമ തന്നെയാണത്. പിന്നെ സെക്സ് ഉണ്ട്, സർട്ടിഫിക്കറ്റ് നമ്മൾ ട്രailer കണ്ട പോലെയുള്ള സർട്ടിഫിക്കറ്റും കാര്യം. പക്ഷെ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ അത് കാണിക്കുന്നുണ്ട്. വയലൻസ് ആയാലും കുറച്ച് വല്ലാണ്ടുള്ള സീൻസൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് തന്നെ നമുക്ക് അതിനകത്ത് പറയണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ 18 വയസ്സിന് മേലുള്ള പിള്ളേർ പോയി കാണുക. അവർക്ക് ഏകദേശം കണക്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും മലയാളം കാണാതിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ള ഭാഷ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റ് ആവുള്ളൂ. മലയാളം ഒരു രക്ഷയില്ല, പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ബാക്കി പെർഫോമൻസ് വൈസും സ്ക്രിപ്റ്റ് വൈസും സ്റ്റോറി വൈസും എല്ലാം ക്യാമറ എല്ലാ ആക്ഷൻസ് ആയാലും മ്യൂസിക്കൊക്കെ അടിപൊളിയുണ്ട്. ഇതിൽ സെക്സ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് മാരകമായിട്ടുള്ള സെക്സുകൾ കാണിക്കില്ല. ചിലപ്പോൾ ഈ പറയുന്ന പോലെ ന്യൂഡിറ്റി കുഴപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു എന്താ ലിപ് ലോക്ക് കിസ്സിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാരകമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷേ എന്തായാലും ഈ 18 വയസ്സിന് മുകളിലുള്ളവർ മാക്സിമം കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ പറയുന്ന ദുരന്തമൊക്കെ കണ്ട ആളുകൾക്ക് ഇതിലെ വയലൻസ് ഒന്നും നിസ്സാരമാണ്. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ ഈ പറയുന്ന പോലെ അവർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമകളിൽ എടുക്കുമ്പോൾ ഏറ്റവും ഭയങ്കര പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സിൻ്റെ ഇമോഷൻ എടുക്കാനാണ് ഏറ്റവും കൂടുതൽ പാടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത് ഭയങ്കരമായിട്ട് വരണം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒറിജിനലായിട്ട് ചെയ്യുന്നതായിരിക്കും. എത്ര ക്യാമറ എത്ര ആളുകൾ നിൽക്കുന്ന സമയത്ത് അത് ശരിക്കും പറഞ്ഞാൽ ഇമോഷൻ വരുന്നതാണ്. പക്ഷേ അത് ഭയങ്കരമായിട്ട് തെറ്റായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. കാരണം
അത് ഒട്ടുമിക്ക ഇംഗ്ലീഷ് സിനിമ കാണുന്നവർക്കൊക്കെ ഈ പറഞ്ഞ ഇമോഷണൽ ഈസി ആയിട്ട് ഇതൊന്നും വലിയ സംഭവങ്ങളൊന്നുമില്ല. അതിനൊന്നും ഇത് മോഹൻദാസിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം ഈ പറയുന്ന പോലെ സിനിമ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതുണ്ട്. നിങ്ങൾ പറ്റുന്ന മാക്സിമം കാണുക. മാക്സിമം മലയാള സിനിമ മലയാളത്തിലുള്ള ഭാഷ മിക്കവാറും അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ശോകമാണ്. കാരണം മലയാളമായ ശോകമായി പോയി. അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. കാരണം നെഗറ്റീവ് ഒന്നും വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ ത്രെഡ് എന്ന് പറഞ്ഞ ചെറിയൊരു ത്രെഡാണ്. അതിനെ ഭയങ്കര ആ ത്രെഡിനെ ഭയങ്കര വിഷ്വൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും മാക്സിമം ഓണത്തിന് കാണാൻ പറ്റുന്ന ഒരു നല്ല സിനിമയാണ്. പക്ഷെ ഫാമിലിയായിട്ട് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രമാണ് സംശയം. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. യഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. യഷിൻ്റെ പെർഫോമൻസ്, മലയാളം ഡയലോഗ്, പിന്നെ നയൻതാരയുടെ പെർഫോമൻസ് മലയാളം ഡയലോഗ്, അതുപോലെ സുദേവ്, എല്ലാം മലയാളം ഡയലോഗ് എല്ലാവരുടെയും ശോകമാണ്, വളരെ ശോകമാണ്. അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക. താങ്ക് യു.